ഹായ് ഗേസ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരിലാണ് കേട്ടോ. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. ഇവിടെ തിരുവോണം നാളിലാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടക്കുന്നത്. ഇന്ന് ഞായറാഴ്ച, അടുത്ത ശനിയാഴ്ചയാണ് അശ്വതി കാവുത്തിണ്ടൽ. ഒരാഴ്ചത്തെ ഭരണിയാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ ഭരണി പറഞ്ഞ ഒരാഴ്ചയാണ്. അപ്പോൾ ഇന്ന് 11 മണിക്ക് കോഴിക്കല്ല് മൂടലാണ്. ആ ചടങ്ങ് തുടങ്ങിയ പിന്നെ കോമരങ്ങൾ ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കോമരങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശരി, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. തിരുവോണ നാളിലാണ് ഈ കല്ല് കുഴിയിലിട്ട് മൂടുക. അപ്പോൾ അതിന് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തമ്പ്രാക്കന്മാരാണ് നിൽക്കുന്നത്. അവർക്കാണ് ഈ അവകാശം കുഴിയെടുക്കാൻ. ഇപ്പോൾ 2 കല്ലുണ്ട്, 2 കുഴി എടുക്കണം. ഒരു 1.25 അടി താഴ്ച ഉണ്ട് കേട്ടോ. 1.25 2 അടി താഴ്ചയിലാണ് കുഴി എടുക്കുന്നത്. ഈ കുഴി എടുത്തതിന് ശേഷം ഇതിലേക്ക് കല്ലിറക്കും. നിങ്ങൾ പോയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാം, പറയേണ്ട ആവശ്യമില്ല. കൊടുങ്ങല്ലൂർ പറഞ്ഞാൽ ഏറെക്കുറെ ആൾക്കാർക്കും കൊടുങ്ങല്ലൂർ അറിയാം. നമ്മളത് വീഡിയോയിൽ കൂടെ വിശദമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. സമയം 10 മണി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു കുഴി എടുത്തു. അവർ പരസ്പരം മാറി മാറിയിട്ടാണ് കുഴി എടുക്കുന്നത് കേട്ടോ. നല്ല വെയിലാണ്. ഇത് അമ്പലത്തിൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ. ഒരു കുഴി എടുത്തു, മണ്ണ് നീക്കി. അത് കഴിഞ്ഞ് അടുത്ത കുഴി എടുക്കണം. വെയിലായ കാരണേ നല്ല ബുദ്ധിമുട്ടാണ്. ഇനി രണ്ടാമത്തെ കുഴി എടുക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ കുഴി എടുക്കുകയാണ്. രണ്ടാമത്തെ കുഴി ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഈ കയറ്റിട്ട് മണ്ണ് രണ്ടാമത് എടുക്കും കേട്ടോ. എവിടെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകൾ നടത്തുന്നത്. ഇത് വർഷത്തിലൊരു നാളിലേ ഇത് കുഴിക്കുള്ളൂ. തിരുവോണം നാളിൽ അന്നാണ് കോഴിക്കല്ല് മൂടൽ. ഇത് വളരെ വർഷങ്ങളോളം പഴക്കം ഉള്ളൊരു ആചാരമാണ് കേട്ടോ. ഏകദേശം 2 കുഴി റെഡിയാക്കി ഉണ്ടല്ലേ. ആ 2-2.5 അടി താഴ്ച ഉണ്ടാവും ഏകദേശം കുണ്ട്. അപ്പോൾ ആ കല്ല് ഒരു അലിക്ക് മറിച്ചിടണം. അങ്ങനെ അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രനാരായണ പറഞ്ഞിട്ട് മറിച്ചിടുകയാണ്. കാരണം അവിടെ പാട്ടുള്ള കാരണമാണ് ഞാൻ ആ പാട്ടവിടെ കളഞ്ഞത്. കോപ്പറേറ്റ് വരെയുള്ള സാധ്യത ഉണ്ട്. അവിടെ പാട്ട് വരുന്നുണ്ട്. അങ്ങനെ 2 കല്ലും ആ കുഴിയിലേക്ക് മറിച്ചിട്ടു. കല്ല് പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. മണ്ണിട്ടിട്ട് മൂടി റെഡിയാക്കണം. അതിനൊക്കെ ഒരു പ്രത്യേക അവകാശങ്ങളുണ്ട്. ഒരു തമ്പ്രാക്കന്മാരുണ്ട്. ഈ അമ്പലത്തിലൂടെ വളരെ ബന്ധമുള്ള ആൾക്കാരുണ്ട്. അവർക്കാണ് ഇതിൻ്റെയൊക്കെ അവകാശം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആരെയും കടത്തിവിടില്ല. പുറത്തു നിന്നിട്ട് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ. അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. പിന്നെ ചാനലുകാരൊക്കെ പോയി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ചെറിയ ചെറിയ പരിപാടിക്കാരല്ലേ, നമുക്കൊന്നും വലിയ അലോട്ടിങ് ഇല്ല. നമ്മളിത് പുറത്തുനിന്ന് എടുക്കുകയാണ്. അങ്ങനെ ആ 2 കല്ലും മൂടി കണ്ടില്ലേ. ആ കല്ല് മൂടിയിട്ട് ഏകദേശം മണ്ണിട്ട് കൂമ്പാരാക്കി ഒരു ഇതായി കണ്ടോ. ആ 2 കല്ലിൻ്റെ മുകളിൽ അടുത്ത മണ്ണ് കംപ്ലീറ്റ് ഇട്ട് മൂടി. ഇനി അവിടെയാണ് ഇനിയിപ്പോൾ പട്ട് ചാർത്തൽ തുടങ്ങുക. അതിനും അവകാശികളുണ്ട് കേട്ടോ. പെട്ടെന്ന് കൂടി പോയി ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ രാജാവിൻ്റെ ഇപ്പോഴത്തെ രാജാവിൻ്റെ ഇതിലുള്ള ആൾക്കാരാണ് ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞാൽ തമ്പ്രാക്കന്മാർ അതവിടെ ചെയ്യുന്നുണ്ട്. അവിടെ കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. കണ്ടില്ലേ, നല്ല തിരക്കാണ്.
അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഭക്തജനങ്ങൾക്ക് പട്ട് വിരിക്കാനുള്ള അവസരമുള്ളൂ. പട്ടുമൂടൽ അപ്പോൾ കോഴിക്കല്ല് എടുത്തു, കോഴിക്കല്ല് കുഴി കുത്തി അതിലേക്ക് മറിച്ചിട്ടു, അതിന് മുകളിൽ മണ്ണിട്ട് മൂടി ഒരു സെറ്റാക്കി അതിൻ്റെ മുകളിലാണ് ഈ തുണി വിരിക്കുന്നത്, ചുവന്ന പട്ട്. ഇതൊക്കെ അമ്പലത്തിലെ അവകാശികളാണ് ഇപ്പം മറച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ചെയ്യാം. എല്ലാവരും കയ്യിൽ പട്ട് പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നല്ല തിരക്കായിട്ടാണ്. ഏകദേശം 11 മണിയായി. അപ്പോഴേക്ക് കോമരങ്ങൾ വരാൻ തുടങ്ങി ഇല്ലേ. ഇനി അശ്വതി കാവുത്തീണ്ടൽ നടക്കണ വരയ്ക്ക് പട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ ഏകദേശം കണ്ടില്ലേ, ഇത്രയും മിനിറ്റിനുള്ളിൽ ഇത്രയും പട്ട് വന്നു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ വരുന്നുണ്ട്. ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ കോമരങ്ങൾ ഇങ്ങനെ തുള്ളൻ തുടങ്ങും കേട്ടോ. ഈ തുള്ളൽ ഇനി ഏകദേശം 7 ദിവസം നിൽക്കും. പല ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് വഴിപാടുകൾ കഴിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. Hey! Hey!